ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ എഡിറ്റ് മെനുവിലുള്ള പപ്പറ്റ് വാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു ഓപ്ഷൻ, എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇമേജിനെ ബെൻഡ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇമേജിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പപ്പറ്റ് വാർപ്പ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഡാൻസ് ചെയ്യുന്ന ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും തന്നെ ഇല്ല. അതുപോലെ ഈ ഒരു ഡാൻസ് ചെയ്യുന്ന ഇമേജിനെ ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഇമേജിനെ എങ്ങനെയാണ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ലെയർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇമേജിന് ഇവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എഡിറ്റിൽ പോയതിന് ശേഷം പപ്പറ്റ് വാർപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇമേജിനെ അല്പം ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് ഏത് പോർഷനിലാണ് ബെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് പോയിന്റ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഒരു പോയിന്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഞാനിവിടെ അടുത്ത ജോയിനിൽ പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബെൻഡ് ചെയ്യേണ്ട ആ ഒരു ജോയിനിലെല്ലാം പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എല്ലാ ജോയിൻസിലും പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ജോയിൻ്റ് ആണോ ബെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോയിൻറ്റിൽ പോയിന്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു ലെഗ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു പോയിന്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ലെഗിന് മറ്റ് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കറക്റ്റ് ഇവിടെ ബെൻഡായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇമേജിനകത്ത് ബെൻഡോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കതിന് രൂപമാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു പപ്പറ്റ് വാർപ്പ് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഷൂവിൻ്റെ പോർഷനെ ബെൻഡ് ചെയ്യിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പോയിന്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പിന്നെ കൊടുത്താൽ മതി. ഈ ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് എനിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ മുകളിൽ ഓപ്ഷൻ മെനുവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഓട്ടോയാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഈ ഓട്ടോ മാറ്റിയതിന് ശേഷം നമുക്ക് ഫിക്സഡ് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ വന്നതിന് ശേഷം ആൾട്ട് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്ത പോലെ തന്നെ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് നമുക്ക് റൊട്ടേറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് മൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിനകത്ത് രൂപമാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പിൻ ഡെപ്ത് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ലെഗിനെ ഒന്ന് മുൻപോട്ട് തിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു റൈറ്റ് ലെഗ് ഈ ഒരു ലെഫ്റ്റ് ലെഗിന് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ രണ്ട് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത് സെറ്റ് പിൻ ഫോർവേഡ് എന്നാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തത്. അതുപോലെ രണ്ടാമതായിട്ട് വരുന്ന സെറ്റ് പിൻ ബാക്ക്വേഡ് ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പിന്നിനെ ബാക്കിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള പിന്ന് വന്ന് മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പപ്പറ്റ് വാർപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ മറ്റൊരു ഇമേജ് കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് ചില്ലിയുടെ ഇമേജ് കാണാം. ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ചില്ലിയാണ്. ഈ ഒരു ഇമേജ് ഞാനിവിടെ ഓൾറെഡി തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ളൊരു ഇമേജാണ്. ഇവിടെ ഇപ്പോൾ പപ്പറ്റ് വാർപ്പ് നമ്മൾ എനേബിൾ ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് ലൈൻസ് വന്നിരിക്കുന്നതാണ്. നമ്മൾ ആദ്യത്തെ ഇമേജിൽ അത് കണ്ടിട്ടില്ലായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഈ ഒരു ഷോ മെഷ് എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷ് കൂടി, അതായത് ഈ ലൈൻസ് കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്കിവിടെ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എവിടെയാണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ആ ഭാഗങ്ങളെല്ലാം പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു പോയിന്റ് ഒന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെഷിനെ ഒന്ന് അൺടിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ചില്ലി ഇവിടെ ബെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഇമേജിനെയും ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത് മോഡ് ഓപ്ഷനാണ്. അതിനകത്ത് നോർമൽ വരുന്നുണ്ട്, അതുപോലെ റിജിഡ് വരുന്നുണ്ട്, ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ ഒരു ഡിസ്റ്റോർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്.
ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ഇവിടെ വികസിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഇമേജിന് കുറച്ചുകൂടി വിഡ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷനുള്ള റിജിഡ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജ് കുറച്ചും കൂടെ റിഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോർമലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് ഡെൻസിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് നോർമലുണ്ട്, അതുപോലെ തന്നെ ഫ്യൂവർ പോയിൻറ്റ്സും മോർ പോയിൻറ്റ്സും ഉണ്ട്. ഇത് മെഷിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ നമ്മൾ ഫ്യൂവർ പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മെഷ് ഒന്ന് എനേബിൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈൻസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് അകന്നകന്നാണ് ലൈൻസ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോർമലാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റത്തെ മോർ പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കൂടുതൽ മെഷ് കാണാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മെഷിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ എക്സ്പാൻഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് വാല്യൂ 2 ആണ് കിടക്കുന്നത്. ഇവിടെ വാല്യൂ കൂട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു മെഷിൻ്റെ വീതി ഇവിടെ കൂടി വരുന്നുണ്ട്. അതായത് മെഷ് കുറച്ചുകൂടി പുറത്തേക്ക് എക്സ്പാൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വാല്യൂ മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു മെഷിൻ്റെ വിഡ്ത്ത് കുറയുന്നുണ്ട്. അതായത് അകത്തേക്ക് ഇത് എക്സ്പാൻഡ് ആവുന്നുണ്ട്. നമുക്കിവിടെ ഈ ഒരു മെഷ് അൺടിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജ് വളരെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഞാനിവിടെ ഇത് 0 തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിവിടെ മുകളിൽ പോയി കമ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജ് ഇവിടെ ബെൻഡായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പപ്പറ്റ് വാർപ്പിനെ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനെ ഹൈഡ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയറിൽ പോകാവുന്നതാണ്. ഇവിടെ ലെയറിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ സ്മാർട്ട് ഫിൽറ്റർ ആയിട്ട് ഈ ഒരു പപ്പറ്റ് വാർപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിതിനെ ഹൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ചില്ലി എങ്ങനെയാണോ ആദ്യം ഇരുന്നത് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഞാനിതിനെ വീണ്ടും വിസിബിൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പപ്പറ്റ് വാർപ്പിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് കൊടുത്തിട്ടുള്ള ആ പോയിന്റ്സിന് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ പോയിന്റ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പപ്പറ്റ് വാർപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പപ്പറ്റ് വാർപ്പിനെ കുറിച്ച് എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.